അപ്പോൾ ദിസ് ഈസ് ഡേ 3. അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടതുള്ള സ്നോർക്കലിങ്ങിനും കാര്യങ്ങൾക്കും എല്ലാം പോയിട്ട് ഇന്ന് നമ്മൾ സ്കൂബ ഡൈവിങ്ങിനുള്ള കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് റെഡി ആയിരിക്കണം. ഇവിടെ വന്നേ പിന്നെ എൻ്റെ മെയിൻ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ ഒരു പിന്നലാണ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അച്ഛൻ രാവിലെ എനിക്ക് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ഛൻ ആ വീഡിയോസ് എല്ലാം എനിക്ക് കാണാൻ തരുമില്ലേ? തരൂ, അച്ഛൻ തരൂ. എന്താണ് ഷൂട്ട് ചെയ്ത് വെച്ചത്? പറയൂ. ലക്ഷദ്വീപിലേക്ക് പച്ചക്കറികൾ കൊണ്ടുവരുന്നതിൻ്റെ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. വളരെ റെയർ ആയിട്ടുള്ള നിങ്ങൾക്ക് വേറെ ഒരു വ്ളോഗിലും കിട്ടാത്ത സാധനങ്ങളൊക്കെയാണ് ഇനി എൻ്റെ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തൊക്കെയാണ്? അപ്പോ ചായ നമുക്ക് ചായ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ആക്ച്വലി എന്താണ്? ഗോതമ്പപ്പാണോ? അല്ല, അരിദോശയാണ്. അരിയല്ലേ ഇത്? ഇതെന്താ? ദോശയല്ലേ? ദോശയാണോ? പീരപ്പത്തീരോ? പത്തല പത്തില്. ഇതാണ് പീരപ്പത്തീര് ട്രൈ ചെയ്യാം. മെയിൻ ഡൈവർ വന്നിട്ടുണ്ട്. ഇന്ന് മുങ്ങാനുള്ളതാണ്. ഇന്നേതാ വൈറ്റ് ആണോ ഡ്രസ്സ്? അത് കഴിഞ്ഞിട്ട് നമ്മുടെ റോൾ ചെയ്യാൻ ഇതാണ് തക്കുടോ. തക്കുടോ കഴിക്കടാ. സ്കൂബയ്ക്ക് പോകാൻ എക്സൈറ്റഡ് ആണോ ചേച്ചി? പറ, ഒന്ന് എനർജിക്കാവും. വയ്യ ചേച്ചിക്ക്, വയ്യ കാരണം ഉറങ്ങായിരുന്നു. ഞാൻ പോയി വിളിച്ചതുകൊണ്ട് മാത്രം അഞ്ജുഷ് ഇപ്പൊ സ്കൂബ ചെയ്യാൻ വേണ്ടി വരുന്നില്ലെങ്കിൽ അഞ്ജുഷ് അവിടെ കിടന്ന് ഉറങ്ങിയാണ്. എന്നിട്ട് ഞാൻ പോയി ഡോറിന് നോക്കിയപ്പോ അഞ്ജുഷ് വിചാരിച്ചു ഞാനെന്താ ഇവനെ സൈക്കിൾ കിട്ടാൻ വിളിക്കുന്നത്, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒഴിവാക്കി. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചാണ്. കണ്ടുവച്ചാ കരുതൽ സഹാനുഭൂതി, ബാക്കിയുള്ള മനുഷ്യരോടുള്ള സഹാനുഭൂതി എനിക്ക് കുറച്ച് കൂടുതലാണ്. ഞാൻ തിരിച്ചു വരുമോ? എന്റെ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? ലക്ഷക്കണക്കിന് ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? ലക്ഷദ്വീപ് മസ്റ്റ് ട്രൈ ആണ്. റെഡിയാണോ സ്കൂബ ഡൈവിങ്ങിന്? ഞാനൊന്നും ചെയ്യില്ല. റെഡി ആവാൻ പറയും. ഒരു മനുഷ്യന് എത്ര ലൈഫ് സ്പാൻ ഉണ്ട്? 9 പ്രാവശ്യം 7 പ്രാവശ്യം വിശ്വാസം ഉണ്ടത്. അങ്ങനെയാണ് പറയുന്നത്. നല്ല ലൈഫ് എനിക്ക് ഇഷ്ടമായി. നമ്മൾ സ്കൂബ ചെയ്യാൻ വന്ന സ്ഥലമാണ്. ഞാൻ മൈക്കൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ മൈക്കൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് തന്നെ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ബട്ട് ലെറ്റ്സ് സീ. ഇങ്ങനൊരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല വെയിലുണ്ട്. നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒന്നും ചേർത്തുകൊണ്ട് എനിക്ക് ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് നൈറ്റ് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഫോം ഫില്ല് ചെയ്യേണ്ട സമയം വന്നിരിക്കുകയാണ്. താങ്ക് യു. അമ്മാത്തി സ്കൂബ ഇതിലിപ്പോൾ ഞാൻ ഇത് ഒപ്പിട്ട് കൊടുക്കണതല്ല. ഓക്കെ, അപ്പൊ ഫൈനലി ഞാൻ കൃത്യം ചെയ്യാൻ പോകണേ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അവസാനമായിട്ട് ആഗ്രഹങ്ങൾ സാധിക്കാണെങ്കിൽ അല്ല എന്നെ പറ്റിയിട്ട് പേടിയ താഴെ പോണത്. Rashida is on the floor.
ഇത്രയും നേരം ഞാൻ നല്ല ധൈര്യമായിട്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് കുറേശ്ശെ പേടി തുടങ്ങിയിട്ടുണ്ട്. മറ്റേ ഓക്സിജൻ്റെ മാസ്ക് കണ്ടപ്പോൾ എനിക്ക് ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഇടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സൈഡിൽ ഓൾമോസ്റ്റ് 700 മീറ്റേഴ്സ് ഇൻ ടു ദ ലഗൂൺ അങ്ങോട്ടേക്കാണ്. ഓക്കെ, നിങ്ങളുടെ ഡെപ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 12 ഫീറ്റ് ഡെപ്തിലേക്കാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകാൻ പോകുന്നത്. ഇതൊരു ഇൻഡിവിജ്വൽ അസിസ്റ്റഡ് പ്രോഗ്രാമാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ കൂടെ ഒരു ഇൻസ്ട്രക്ടർ എപ്പോഴും കാണും. ഓക്കെ, എന്താ വായിക്കകത്തിരിക്കുന്നത് ശരിയായില്ല, ചെവിയുടെ ശരിയായില്ല, എന്താണെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് നോട്ട് ഓക്കെ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, പിന്നെ മേളിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം, താഴേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഓൾറൈറ്റ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എല്ലാ 1/2 മീറ്റർ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ പ്രഷർ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും, വെള്ളത്തിൻ്റെ പ്രഷർ. ആ പ്രഷർ നമുക്ക് ആദ്യം തോന്നാൻ പോകുന്നത് ചെവിയുടെ അവിടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് വേദന ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇക്വലൈസേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 വിരലുണ്ട്, മൂക്ക് അടച്ചു പിടിക്കുക ടൈറ്റായിട്ട്, വാ അടച്ചു വെക്കുക, എന്നിട്ട് മൂക്കിൽ കൂടെ ശ്വാസം വിടാൻ നോക്കുക. ശ്വാസം പോവോ? ഇല്ല, കാരണം നമ്മൾ മൂക്ക് ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രഷർ സെറ്റ് ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ ഒന്ന് എല്ലാവരും ചെയ്താൽ നിങ്ങൾക്ക് ചെവി അടയുന്ന പോലെ, ഒരു ചെവിയോ 2 ചെവിയോ അങ്ങനെ അടയുന്ന പോലെ തോന്നും. മാസ്കിൽ കവേർഡ് ആയിരിക്കും. ഓൾറൈറ്റ്. അപ്പം ഈ ഇവിടെ മൂക്കിലാണ് ശ്രദ്ധിച്ചാൽ ഭയങ്കര ഫ്ലെക്സിബിൾ. അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ തന്നെ നിങ്ങൾക്ക് മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് ഈക്വലൈസേഷൻ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അതിനായിട്ട് മാസ്ക് നമ്മുടെ ഫോംസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. അച്ഛനെ എപ്പം കണ്ടാലും എവിടെയോ കുതിര സവാരിക്ക് പോകുന്ന പോലെ ഇരിക്കും. എല്ലാവരുടെയും കുതിര സവാരി അങ്ങനെയാണ് ബീച്ചിൽ വരുന്നത്. അങ്ങനെ എൻ്റെ അയൽവാസിയായ അഞ്ജുഷ് സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ പോവാണ്. അയൽവാസി അഞ്ജുഷ് എല്ലാവരും റെഡി ആയിട്ടിരിപ്പുണ്ട്. മെയിൻ ഡൈവർ ശരൺ. കുറച്ച് പേര് നമ്മുടെ കൂട്ടത്തില് 2 കപ്പിളുണ്ട്. അവർ 2 പേരാണ് ഫസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങാന്നാണ് വിചാരിച്ചത്. ഫസ്റ്റ് 6 പേരാണ് ഇറക്കുന്നത്. അപ്പൊ ഞാനും വിമല ചേച്ചിയും നമ്മൾ ഒന്നിച്ച് വരാത്തോണ്ട് നമ്മള് അടുത്തതിൽ പോകാന്ന് വിചാരിച്ചു. ബിക്കോസ് നമുക്ക് ഒന്നിച്ച് പോയിട്ട് വേണം ഫോട്ടോസ് എടുക്കാൻ അണ്ടർ വാട്ടറിൽ. മാർക്കേ, ഞാൻ വീഡിയോ എടുക്കട്ടെ. മത്സ്യകന്യകൻ പിന്നെന്താ പോയാ
വന്ന ഉടനെ നമ്മൾ കയാക്കിങ്ങിന് പോകും. അപ്പം ഞങ്ങള് സ്കൂബ ചെയ്തിട്ട് ഇവരെ സ്കൂബ ഡൈവർ വരെ ഇവിടെ പറ്റിച്ചു. എങ്ങനെയാണ് കോഴ്സ് ഡിഗ്രി പാസ്സായെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവിടെ ചടി പോയിട്ട് ആക്ഷൻ ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു നോ വകുപ്പ് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതല്ല, എൻ്റെ ട്രെയിനർ എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളി ചെയ്യാൻ തുടങ്ങിയിട്ട് 6 മാസമായുള്ളൂ, പുള്ളി പഠിപ്പിക്കാൻ വേണ്ടി പുതിയ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓർത്ത് സത്യമായിരിക്കും എന്ന് ഓർത്ത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് പുള്ളി ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എൻ്റെ ട്രെയിനർ എന്നെ പറ്റിച്ചു കൈ. അപ്പം നമ്മളിപ്പം കയാക്കിങ്ങിന് പോകാൻ വേണ്ടി പോവാണെങ്കിൽ നട്ടുച്ച വെയിലിട്ട് ബെറ്റ് അടിപൊളിയായിരിക്കും. ബൈ ബൈ, ടാറ്റാ. ഇവിടെ നോക്കിയേ, നോക്കിയേ വീഡിയോ. ഹലോ, അങ്ങനെ നമ്മുടെ സ്കൂബ ഡൈവിങ് കഴിഞ്ഞു. അടിപൊളി അനുഭവമായിരുന്നു. സ്കൂബ ഡൈവിങ്ങിന് എക്സ്പീരിയൻസിനെ പറ്റി മാത്രം നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. ആഫ്റ്റർ എക്സ്പീരിയൻസും കൂടെ ഉണ്ട്. സ്കൂബ ഡൈവിങ് ശരിക്കും അടിപൊളിയായിരുന്നു. എൻ്റെ ട്രെയിനർ ചേട്ടൻ ആക്ച്വലി ഭയങ്കര രസമായിട്ടാണ് എന്നെ സ്കൂബ ഡൈവ് ചെയ്യിപ്പിച്ചത്. അതായത് ആദ്യം എങ്ങനെ നമുക്ക് ട്രെയിനിങ് തരുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെയാണ് ഓർമ്മയില്ലേ? ആദ്യം ട്രെയിനിങ് തരുന്ന സമയത്ത് നമുക്ക് ഇവര് കുറച്ച് ഇത് കാണിച്ചിരുന്നു നമുക്ക് സയൻസ്. അതായത് നമുക്ക് മോളിൽ ഓക്കെ ആണെങ്കിൽ, കംപ്ലീറ്റ് ഓക്കെ ആണെങ്കിൽ, എവറിത്തിങ് ഈസ് ഓക്കെ, ദെൻ വി ഹാവ് ടു ഡു ദിസ്. ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണം. പിന്നെ നമ്മൾക്ക് ഇനിയിപ്പോ കണ്ണ് നീറുന്നു, കണ്ണിലേക്ക് വെള്ളമായി, അല്ലെങ്കിൽ മൂക്കടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മളിങ്ങനെ കാണിക്കാം. ഓക്കെ, എനിക്ക് കണ്ണ് നീറുന്നുണ്ട്, കണ്ണ് കാണിച്ചിട്ട് ഓക്കെ അല്ല. ചെവി ആണെങ്കിൽ ചെവി കാണിച്ചിട്ട് ഓക്കെ അല്ല. ഇനിയിപ്പോ നമുക്ക് താഴേക്ക് പോവാന്നുണ്ട്, അത്രയും ഡീപ്പിലോട്ടാണല്ലോ വന്നത്. താഴേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണിക്കണം. മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കണം. ഇതെല്ലാം ഇവര് പറഞ്ഞു. പക്ഷെ എന്താ വെച്ചാൽ ഇതൊക്കെ നമുക്ക് ട്രെയിനിങ് സമയത്ത് പറഞ്ഞു തരുമെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് താഴേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു പാനിക് സാധനം ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരേ സമയത്ത് നമ്മൾ ബ്രീത്ത് ചെയ്യണം. അപ്പോൾ ട്രെയിനർ ഉണ്ട്, നമ്മളിതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പാനിക് മൂഡിലേക്ക് വിട്ട്, സത്യം പറഞ്ഞാൽ ഞാൻ ബ്രീത്ത് ചെയ്യാൻ പോലും മറന്നു. ആദ്യം ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ വെള്ളത്തിലേക്ക് ഇറക്കി എടുത്തിട്ട് എന്നോട് ബ്രീത്ത് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെ ബ്രീത്ത് എടുക്കണമെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ മേളോട്ട് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ എന്നെ വെള്ളത്തിൻ്റെ മേലേക്ക് പൊക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്ത് പറ്റിയത്? ഞാൻ പറഞ്ഞു ഞാൻ ബ്രീത്ത് എടുക്കാൻ മറന്നുപോയത്. എന്നിട്ട് പിന്നെ എനിക്ക് പറഞ്ഞു തന്നു, ഇല്ല കാം ഡൗൺ ആവും, ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യുന്നതോട് പറഞ്ഞു തന്നു. എന്നിട്ട് താഴേക്കും കൊണ്ടുപോയപ്പോൾ എനിക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ വന്നു. ഈ ചേട്ടൻ എന്തെങ്കിലും ട്രെയിനർ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഉടനെ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിച്ചാൽ മണ്ടക്കെട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം ഓക്കെ ആണെന്നാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെയാണെങ്കിൽ പുള്ളി വിചാരിക്കും എനിക്ക് മേളോട്ട് പോകണമെന്ന്. അപ്പോൾ പുള്ളി എന്നെ ഏതാണ്ടൊക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അറിയത്തോണ്ട് ഞാൻ വെള്ളത്തിലൊക്കെ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ വരച്ചടിച്ചു. എന്താ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കൊക്കെ വരച്ചടിച്ചു. അതായത് സൺസ്ക്രീൻ തേച്ചതുകൊണ്ട് നിങ്ങൾ ടാൻ അടിക്കാതിരിക്കത്തില്ല. എന്തായാലും ടാൻ അടിക്കും. പിന്നെ സൺ ബേൺ ആവാതിരിക്കും. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സ്കൂബ ഡൈവിങ് ചെയ്യുന്നതിന് മുമ്പ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സ്കൂബ ഡൈവ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളത്തിൽ അതെല്ലാം പോകുമല്ലോ. അത് കഴിഞ്ഞ് തിരിച്ച് കയാക്കിങ്ങിന് ഇറങ്ങാൻ തന്നെ ഞങ്ങൾ വീണ്ടും, ഞാനും വിമല ചേച്ചി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, അനുജിത്ത് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വീണ്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കയാക്കിങ്ങിന് പോയി കുറേ നല്ല കടൽ വെള്ളത്തിൽ കിടന്നു. അതുകൊണ്ട് എനിക്ക് സൺ ബേണൊന്നും ആയിട്ടില്ല, ടാനൊക്കെ അടിച്ചിട്ടുണ്ട്. എൻ്റെ കാലിൻ്റെ കളറൊക്കെ രണ്ടൊക്കെയാണ് കാണിച്ചത്. കുറച്ച് ഹെയറിയാണ് എൻ്റെ കാല്. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ ഒരു ലൈനും ഇവിടെ ഒരു ലൈനും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ടാൻ അടിച്ചിരിക്കുന്നത്. എന്നിട്ട് അതുകൊണ്ട് ഞങ്ങൾക്കാർക്ക് സൺ ബേണൊന്നുമായിട്ടുള്ള ടാൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. റാഷിത്താത്ത എന്ത് ചെയ്തെന്ന് വെച്ചാൽ രണ്ടാമതൊന്നും റീഅപ്ലൈ ചെയ്യാതെ കടലിൽ നീന്തി തുടിക്കായിരുന്നു. നീന്താനൊക്കെ പഠിച്ചു, കയാക്കിങ്ങിന് പോയി, എന്നിട്ട് നീന്തി തുടിക്കായിരുന്നു. അതുകൊണ്ട് സൺബേൺ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. ഈ കോൺവെർസേഷൻ ഇവിടെ നിർത്തുകയാണ്. ആദ്യം പോയി ഫുഡ് കഴിക്കട്ടെ. മണി 2 നല്ല ക്ഷീണമുണ്ട്. എൻ്റെ സ്കൂബ ഡൈവിങ് ഭയങ്കര അടിപൊളിയായതിന് എൻ്റെ ട്രെയിനർ ചേട്ടന് ക്രെഡിറ്റ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഉള്ളി വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നില്ല. എൻ്റെ ട്രെയിനർ ചേട്ടൻ എനിക്ക് സയൻസ് ഒന്നും മനസ്സിലാവുന്നില്ല, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയെന്ന് ചേട്ടന് മനസ്സിലായി. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫുഡ് വെച്ചാൽ ഓൾറെഡി ഫുഡ് കഴിക്കുന്നവരും പറഞ്ഞ് എന്നെ കളിയാക്കരുത്. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്നവരും എനിക്ക് എപ്പോഴും വിശപ്പാന്നിട്ട് കളിയാക്കരുന്നു. അപ്പോൾ ഫുഡിൻ്റെ സൈൻ കാണിച്ചു. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ആണെന്ന് ചോദിക്കാൻ വേണ്ടി ചേട്ടൻ ഫുഡിൻ്റെ സൈൻ കാണിക്കും. അങ്ങനെയുള്ള അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ചിരിയും തമാശയൊക്കെ ആയിട്ടൊക്കെ പോയി. അതുപോലെ ചേട്ടൻ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ 6 മാസമായി ഇത് വിളിച്ച് തുടങ്ങിയിട്ടെന്ന്. ഞാൻ പേടിച്ചു. 6 മാസമായ ആളാണോ, 6 മാസമായ ആളുടെ കൂടാണോ ഞാൻ ഇറക്കുന്നതെന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പാനിക്കായി. പക്ഷെ എല്ലാവരും പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു. ബിരിയാണിയാണ് ഗൈസ്, ബിരിയാണി.
രാശിയുടെ ചിക്കനൊക്കെ ആരോ അടിച്ചു മാറ്റുന്നൊക്കെയാണ് പറയുന്നത്. താങ്ക്സ് ചേച്ചി. വേണം ഞാൻ വാങ്ങിച്ചോളാം. ഇങ്ങനൊരു വണ്ടി കിട്ടിയാൽ മതി. അതാണ്, ഇങ്ങനെ ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കറങ്ങി നടക്കായിരുന്നു. പ്രോ റൈഡറിന്റെ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. വയ്യാത്ത ആളാണ് വണ്ടി ഓടിക്കുന്നത്. ആവതുള്ള ആൾ പുറകിൽ വന്ന് വീഡിയോ എടുക്കുന്നു. അങ്ങനെ ട്രിപ്പ് വന്ന് നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ലക്ഷദ്വീപിലെ ഹോസ്പിറ്റൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളുക. ഇതാണ് ലക്ഷദ്വീപിലെ ഹോസ്പിറ്റൽ. അടുത്ത ആക്ടിവിറ്റി ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. ഇപ്പോൾ 10 പേരാണ് ഇതിൽ കയറാൻ പോകുന്നത്. സോറി, ഗ്ലാസ് ബോട്ട്. എന്തൊക്കെ കാണണം. ഞാനിവിടെ വന്ന് എന്നെ ഒരു വ്ളോഗറായിട്ട് ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ഒരാളാണ്. ഞാൻ ചുമ്മാ ഇരുന്ന് അപ്പം തന്നെ ചോദിക്കും, വ്ളോഗർ വീഡിയോ എടുക്കുന്നില്ലേ അത്? ഞാൻ ചുമ്മാ ഇരുന്ന് അപ്പം ചോദിക്കും, വീഡിയോ എടുക്കുന്നില്ലേ അത്? വെറുതെ ആണെങ്കിലും എന്താണല്ലോ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുക്കുകയെങ്കിലും ചെയ്യും. ഞാൻ എയർപോർട്ടിൽ ഇട്ട് അതേ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ഡ്രസ്സ് തപ്പി കണ്ടുപിടിക്കാനൊന്നും സമയം കിട്ടിയില്ല. ഞാൻ വിമല ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്ന് പെട്ടെന്ന് തന്നെ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബോട്ട് വന്നു. അതുകൊണ്ട് സമയം കിട്ടിയില്ല. ഈ മഞ്ഞ ടീഷർട്ട് ഇതേതാ? ഇതാ ഇതാണ് ഫിഷ്. ക്ലാസ് പഠിച്ചിരിക്കുകയാണ്. ആമ കണ്ടതാണ് വരുന്നത്. പല ബുദ്ധി ഇവിടെ ആൾക്കാർക്കുണ്ട് വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ഗായ്സ്, ഇങ്ങനെ കമന്റ് ഒക്കെ വെച്ചേക്കാണ്. കിട്ടേണ്ട സാധനം ഇതിലും കിട്ടിക്കോളും. ഗ്ലാസ് ബോട്ടിലാണ് ഗൈസ്. ഇപ്പോൾ ചേട്ടനത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. കാലിൽ ചവിട്ടി വൃത്തിയാക്കാനായിട്ട് ഒരാൾ എൻ്റെ കാലൊക്കെ വെക്കുന്നുണ്ട്. നമുക്ക് അനുവാണെങ്കിൽ തേയിലവെള്ളമൊക്കെ ഇട്ട് തന്നായിരുന്നു. സൂപ്പർ തേയിലവെള്ളമൊക്കെ ആയിരുന്നു. ഈ ടാലന്റ് ഇത് നമ്മൾ 2-3 ദിവസം പറഞ്ഞിരുന്നെങ്കിൽ തേയിലവെള്ളം കുടിക്കായിരുന്നു. ഫോട്ടോഗ്രാഫർ ഒരുപാട് ഫോട്ടോസ് എടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എന്റെ ഫോട്ടോസ് എടുത്ത് തരാൻ വലിയ ആത്മാർത്ഥതൊന്നും ഇല്ല. എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല. അതുകൊണ്ട് എന്റെ ഫോട്ടോസ് ഒക്കെ കുറവാണ് എടുത്ത് തരുന്നത്. ഇതെല്ലാം വരും, ഇതും വരും. Where is my bag? നോക്കൂ, വേറൊരു ബ്ലോഗറാണ്. ബിസ്ക്കറ്റ് കൊടുക്കും, കുട്ടികളെ കാണും. ഞാനിവിടെ ഒരു ചായക്കട ചോദിക്കുന്നത് എന്റെ തെറ്റാണോ? എനിക്ക് വിശന്നിട്ടൊരു ചായക്കട ചോദിക്കുമ്പോൾ ഇവ എന്നെ കളിയാക്കുന്നു. ഇപ്പൊ മാത്രല്ല, ഇവിടെ ഉള്ള എല്ലാരും. ഇവിടെ എന്തൊക്കെയുണ്ട് ഗൈസ്? സോറി, മോളുണ്ട്, എടാ പോടാ. സ്റ്റാർബക്സ്. ഇത് ഏത് ദ്വീപിൽ നമ്മൾ വന്നേക്കുന്നേ? ഞണ്ട് ഇരിക്കുന്ന പോലെ ഇനി തീർക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പാവം. ഉള്ളിലൊക്കെ എത്രയാ? കൽമാട്ടി ദ്വീപാണ്. നീ അല്ല വ്ളോഗർ, ഞാനാണ് വ്ളോഗർ. പക്ഷെ ഞാൻ എന്റെ വീഡിയോയില് നീ പറയുന്നതാണ് മൊത്തം. ഇതേതാണ് എനിക്ക് പറഞ്ഞൂടാ. പറഞ്ഞു ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ എന്താ സ്പെഷ്യാലിറ്റി? പക്ഷെ ഗൈസ് ഇതൊക്കെ ആക്ച്വലി വിവരമുള്ള വ്ളോഗേഴ്സ് ആണെങ്കിൽ അവരിതൊക്കെ ഗൂഗിൾ ചെയ്തിട്ട് വരും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അല്ലാത്തൊന്നും ഞാൻ നിങ്ങളെ വെറുതെ പ്രിട്ടൻഡ് ചെയ്യില്ല. അതാണ് എനിക്കും തോന്നുന്നു. ഇതുണ്ടോ ഗൈസ്? ഇതുണ്ടോ? ഇങ്ങനത്തെ കുറച്ച് ഊട് വഴികളിലൂടെ നമ്മൾ നടക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ചായക്കട നോക്കാൻ പോവാണ്. ഞാനും അനു ഈ അച്ഛനും ഞങ്ങൾ 3 പേരുടെ ചായക്കട ഹണ്ടിങ്. അച്ഛാ ലെറ്റ്സ് ഗോ.
ചായക്കടയിൽ പോയി ഒരു ചായ കുടിച്ച് ഏത്തക്കപ്പം കഴിക്കാന്നുള്ളത്. എന്ത് ഓ ഗായ്സ്, ഇവിടുന്നാണ് പെറുക്കിക്കൊണ്ട് പോകാന്ന് പറഞ്ഞത്. പക്ഷെ എയർപോർട്ടിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇത് ഭംഗിയാ. ഈ ഐലൻഡിന്റെ ഇതെല്ലാം ഞാൻ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. നല്ലപോലെ റിസർച്ച് ചെയ്ത് ChatGPT ചോദിച്ചിട്ട് എനിക്കെല്ലാം അറിയാവുന്ന പോലെ വോയിസ് ഓവർ ഇടാം. അപ്പൊ എല്ലാരും വിചാരിക്കട്ടെ എനിക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന്. ഇവർക്കാർക്കും വന്ന വഴി അറിയത്തില്ലായിരുന്നു, പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്ത വഴികളിലൂടെ. ഇത് പാറക്കെട്ടുകളോ? ഇച്ചിരി വേറെ വൈബല്ലേ? ഇത് വേറെ വൈബല്ലേ? മാംഗ്രൂവ്. ഇവിടെ എനിക്കൊന്ന് വെള്ളം കേറുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വെള്ളം കയറുന്നത് തടയാൻ വേണ്ടിട്ട് വെക്കുന്നതാടാ. ഇത് വെള്ളം കയറുന്നത് തടയാൻ വേണ്ടിട്ട് നട്ടുപിടിപ്പിക്കുന്നയാ. ഇവിടെ പോട്ടെടുക്കാം. മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിട്ട് വെച്ച് പിടിപ്പിക്കുന്നയാ. ഗൈസ്, ഞാനൊരു ട്രാവൽ വ്ളോഗർ ആവുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ആക്ച്വലി ഒന്നുമില്ല, ഒരു കുട്ടി ദ്വീപാണ്. നമ്മൾ വന്നു കണ്ടു, പക്ഷേ ബീച്ചും നല്ല ഭംഗിയാണ്. ഫോട്ടോഷൂട്ട്സിനും കാര്യങ്ങൾക്കൊക്കെ നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ഇത് ലക്ഷദ്വീപ് ഫുള്ള് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്, സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഫോട്ടോഷൂട്ട്സിന് വേണ്ടിയിട്ടാണെങ്കിൽ പറ്റിയ സ്ഥലമായിരിക്കും. ഇതായിരുന്നു ഈ ബീച്ചിന്റെ ഹൈലൈറ്റ്. നോക്കിയേ, എല്ലാരും നേരം നിന്നിട്ട് കുഴിക്കകത്തുനിന്ന് ഫോട്ടോ എടുക്കും. അങ്ങനെ ഇത്ര നേരം കാണാതെ പോയി ഒരാളെ കളഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ബീച്ച് ഇഷ്ടമായോ? പോയി ഇങ്ങനെ കാടൊക്കെ കുറെ പറങ്കിത്തോട്ടം ഞാൻ നീന്തിയല്ലോ പറഞ്ഞു. ആ ചേട്ടൻ പറഞ്ഞുതരും. പറഞ്ഞോട്ടെ. ചേട്ടൻ പറഞ്ഞു ഇതെന്താ ഇതിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മളോട് ഇതിനെ കോമ്പെന്ന് പറയും. കോമ്പ് ഇതിനെ സ്ക്രാബ് എന്നാ പറയുന്നത്. ആണോ? വേണ്ട. ഈ പല്ല് പോലെ, ഈ ബ്ലേഡ് പോലെ കാണുന്നില്ലേ, ഈ ഷേപ്പ് പോലെ, അത് കടിക്കുന്ന സ്ഥലമാണ്. അത് ബ്ലേഡ് പോലെ നല്ല കട്ടിയുള്ളതാണ്. ചെറിയൊരു പോയിസൺ ഉണ്ടാവും. ഓക്കെ 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 ഓക്കെ. കടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പോയിസൺ ആയിട്ട്. അപ്പൊ അറിയാത്തവർക്ക് ബീച്ചിലേക്ക് ഒന്ന് ഇതിനെ എടുത്താലോ? അടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ കടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു വേദന ഉണ്ടാവും. ആണല്ലേ? ഇത് ഇവിടെ ഈ ദ്വീപിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. രാത്രി സമയത്തൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് ഇഷ്ടം പോലെ വരും. ഓക്കെ ഓക്കെ ഓക്കെ. സമയത്തൊക്കെ ഇതിന്റെ അടിയിലൊക്കെ ഇഷ്ടം പോലെ നമ്മളെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പുറത്തോട്ട് വരില്ല. അവിടെ നമ്മൾ ഒറ്റപ്പാട്ടിൽ ചില ടൈമിൽ ഫുള്ള് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ട് ഇല്ലെങ്കിൽ നടന്നോട്ട് ഫ്രീ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ചില ടൈമിൽ നടന്നു. ജയിലുണ്ടാക്കി പിടിക്കണം അട്ടി. ഞണ്ടിനെ പോലെ തന്നെ ഇരിക്കുന്നു. അത് ക്രാബ് ഷെല്ലിനകത്ത് രാത്രി ആകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരും. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ വേറെ വെറൈറ്റി ആണ് മോഡൽ. ഇത് വേറെ കളറാ. അത് നടന്നു പോകുന്നു. നോക്കി നീ ഇത് നടന്നു പോകുന്നുണ്ടാവും. വേഗത്തേക്ക് നീ എവിടെ ആയിരുന്നടാ ഇത്ര നേരം? അതാദ്യം പറയടാ. എനിക്ക് വിശന്നിട്ട് വയ്യ, പക്ഷെ ഇവിടുത്തെ വ്യൂ എന്ന് വെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയാണ്. അതിന്റെ പിന്നിലുള്ള കഥ എന്ന് പറയും.
ഞാൻ വെജിറ്റേറിയൻ ആയിട്ട് പിന്നെയുള്ള കഥ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ചേരമാൻ പെരുമാള് ഇവിടെ പോണ സമയത്ത്, അതായത് ഈ ഫോണിൽ പിടിച്ച് അന്ന് ഷൂട്ട് ചെയ്ത് തരും പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ ഇസ്ലാം മതം വന്നതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഇവിടെ ഇതാക്കി പറയുന്നത്. ബുദ്ധന്റെ കൺഫേമാ. ഇതിനെ ഇപ്പൊ ചേരമാൻ പെരുമാളിന്റെ തെളിവൊന്നുമില്ല, ആൾക്കാർ പറയുന്ന കഥയാണ്. പക്ഷെ വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പണ്ട് ഇതൊക്കെ കിട്ടൂലേ, അവശിഷ്ടങ്ങൾ കിട്ടൂലേ, ബുദ്ധന്റെ പ്രതിമയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, സീരിയസ് ആയിട്ട്. മ്യൂസിയത്തിലുണ്ട്. ഇവിടുത്തെ മ്യൂസിയം ഇപ്പൊ ഇതായിട്ട് ക്ലോസ്. അങ്ങനെ വന്നേ ഒരു ക്ലോസ്. അന്ന് പോവാൻ നിൽക്കിയിരുന്നു, പക്ഷെ അന്നൊക്കെ ക്ലോസ് ചെയ്യുന്നു. മ്യൂസിയത്തിൽ അതുണ്ട്. ഇവിടെ ഏതോ ഒരു ആരെ വന്ന സമയത്ത് മതം പ്രബോധനം ചെയ്ത് ആ സമയത്ത് ഇവരെ അവിടുന്ന് അടിച്ചാട്ടപ്പെട്ട്, അപ്പൊ ഇവരെന്തോ വടിക്ക് അടിച്ചപ്പോ ആ ഭാഗം താന്നൊക്കെ പറയണത്. വടിക്കടിച്ചപ്പോ ദ്വീപ് താന്നു പോയോ? ഇതൊക്കെ ഉള്ള കഥയാണ്. ഇതിലും നല്ല കഥ എന്റെ അമ്മൂമ്മ പറഞ്ഞുതരും. രാത്രിയിലൊരു 10-10 അച്ചാച്ചൻ ഈ ദ്വീപിലെ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി നമുക്ക് വേണ്ടിയിട്ട് ദ്വീപുണ്ടോ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. അപ്പൊ അച്ചാച്ചൻ എത്ര കടയിൽ കയറി വെച്ചാ? 5 കടയും 2 വീടുമോ എന്തായിരുന്നു? അങ്ങനെ കയറി ഇറങ്ങി വിയർത്ത് കുളിച്ച് ഈ സൈക്കിളിലാണ്. ഇതിന്റെ പ്രത്യുപകാരമായി അച്ചാച്ചന് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും എപ്പോഴെങ്കിലും. എങ്ങനെയുണ്ട് ദീപുണ്ട? കൊള്ളാമോ? ചേച്ചിക്കാണ് നല്ല ഭംഗി ലൈറ്റിങ്ങില്. ഓക്കെ എന്നിട്ടാണ് നീ എന്നെ അവളും പലതും പറയും. ലൈറ്റിംഗ് കഴിക്കാം. അതല്ല ഞാൻ ചോദിച്ചത്. എടാ മരപ്പട്ടി, ഇത് ഉറുമ്പൂരണം. ഗൈസ്, നമ്മുടെ ലക്ഷദ്വീപിലെ ലാസ്റ്റ് നൈറ്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം തിരിച്ച് പോവാണ്. നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്. അപ്പം ലക്ഷദ്വീപിനോട് ടാറ്റ പോയത്. അതുകൊണ്ട് ഇന്ന് രാത്രി കുറച്ച് നൈറ്റ് വെളിയിൽ സ്പെൻഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഹലോ ഗൈസ് വരൂ. ഹലോ ഗൈസ്, ആ സൗണ്ട് നിർത്തുമോ? എന്താ ഇത് കഷ്ടാണിത്. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വീട്ടിലേക്ക് ഗോവയിലേക്ക് പോവുകയാണ്. യെസ് ഗൈസ്, നമ്മുടെ ലക്ഷദ്വീപിലെ ലാസ്റ്റ് ഡേ ആണ്. പക്ഷേ എൻ്റെ ലിപ് ഷെയ്ഡ് കൊള്ളില്ല, എന്നൊക്കെ മാറ്റിയിടാം. എൻ്റെ ലക്ഷദ്വീപിലെ ലാസ്റ്റ് ഡേ ആണ്. സോ ഇവരെല്ലാം ലഗേജൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാൻ വേണ്ടി ഹിലാഞ്ചിയാണ് ഗൈസ്, കിലാഞ്ചി. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡാണ്. ബാ നമുക്ക് അങ്ങോട്ട് അത് കാണിക്കോ, എടുത്തൊന്ന് കാണിക്കുമോ ഗൈസ്? ഇവിടെ മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. മാസ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഉണക്കമീനാണ്. ഉണക്കമീൻ ഇത് 2 ഉണക്കമീനൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഓക്കെ, നമ്മുടെ എടുത്ത സൈക്കിൾ തിരിച്ചു കൊടുക്കുകയാണ്. ഈ സൈക്കിൾ കാരണം എനിക്ക് കുറെ സിനിമാറ്റിക് മൊമെന്റ്സ് കിട്ടിയതാണ്. കണക്ക് പറഞ്ഞൂടാ ഗൈസ്, ശരൺ വെറുതെ ആണ് 5 വർഷം പഠിച്ചത് ലോയർ ആയത്. ശരൺ കണക്ക് അറിഞ്ഞു 9,500 എത്ര പൂജ്യം ഉണ്ടെന്നോ, 9,500 എത്ര പൂജ്യം ഉണ്ടെന്നോ ശരൺ അറിയില്ല. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. നമ്മള് ലക്ഷദ്വീപ് എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. ദിസ് ഇസ് ലക്ഷദ്വീപ് എയർപോർട്ട്. ഇത്രയും നല്ല ബീച്ച് വ്യൂ ഉള്ള ലക്ഷദ്വീപ് എയർപോർട്ടിനൊക്കെ ഇതാണ് നമ്മളൊന്ന് വണ്ടി. ഞാൻ ആദ്യം വിചാരിച്ചത് വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാനാണ്. ബട്ട് എയർപോർട്ടിൽ വന്നാൽ ഏറ്റവും ആദ്യം ഒരു ചെക്കിൻ ഉണ്ടാവും. ചെക്കിൻ സമയത്ത് നമ്മൾ നമ്മുടെ ID പ്രൂഫും അതേപോലെ നമ്മുടെ ടിക്കറ്റുമാണ് നോക്കുന്നത്. ലക്ഷദ്വീപ് ആണെങ്കിൽ നമ്മുടെ പെർമിറ്റ്സ് നോക്കും. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ചെക്കിൻ കൗണ്ടറാണ്. അവിടെ നമ്മുടെ ലഗേജ്, അതായത് ഹാൻഡ് ലഗേജ് അല്ലാണ്ട് നമുക്ക് 15 kg ക്യാരി ചെയ്യാം. ആ ലഗേജ് ചെക്കിൻ ചെയ്യും. ഞാനിവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. മെസ്സേജ് അയച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഫ്ലൈറ്റിൽ മീറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവിടെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബൈ ടാറ്റാ. ലഗേജ് ആക്ച്വലി ചെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ വെയിറ്റും അത് സ്കാൻ ചെയ്ത് ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് വരും. അതാണ് നമ്മുടെ 2ാമത്തെ ഘട്ടം. ലഗേജ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ സീൽ ചെയ്ത് കിട്ടും നമ്മുടെ ലഗേജ്.
ഇതാ വരുന്ന എൻ്റെ ലഗേജ്. എന്താ ഗൈസ് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് കൊച്ചിയിൽ എന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് ഇപ്പം നെയിമും ഇനീഷ്യലൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചോളൂ. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് വരും. എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എന്നോട് അത് വെച്ചു. അത് അവിടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. എന്ത് ചെയ്യണം, നമ്മൾ അതുപോലെ സംസാരിക്കണം. പക്ഷെ അവിടെ ഞാൻ നല്ല പാനിക്കായിരുന്നു. അപ്പം എന്തെങ്കിലും പെട്ടു, എന്ത് ചെയ്യണം, എയർപോർട്ടിൽ എന്തെങ്കിലും പ്രശ്നം എന്ത് ചെയ്യണം, പാനിക് ആവരുത്. നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ എഴുതുന്നുണ്ടായിരുന്നെ. ഈ ചേട്ടൻ വന്നപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പം എൻ്റെ ബാഗ് തന്നെ എനിക്ക് ഇതുപോലെ സീൽ ചെയ്ത് കിട്ടി. അടുത്ത നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഏത് കമ്പനിയിലാണോ അവരുടെ ഇതിൽ ചെല്ലണം. ഇതിപ്പോൾ നമ്മുടെ ഇൻഡിഗോ ആണ്. അപ്പോൾ നമ്മൾ ഇൻഡിഗോയുടെ ആൾക്കാരുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ആൾക്കാരെടുത്ത് വന്നിട്ട് നമ്മുടെ ബാഗ്സ് ഇവിടെ ഡ്രോപ്പ് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമ്മുടേത് ഫ്ലൈൻ 91 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബാഗ്സ് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ ലഗേജ് ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു ബോർഡിംഗ് പാസ് കിട്ടും. നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എയർപോർട്ടിലെ നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് സെക്യൂരിറ്റി ചെക്കാണ്. ഇതിൽ നമ്മുടെ ഹാൻഡ് ലഗേജും അതുപോലെ നമ്മളെ ഫുള്ള് ചെക്ക് ചെയ്യും. ഗൈസ് അങ്ങനെ ഹാൻഡ് ലഗേജും നമ്മളെയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ വെയിറ്റ് ചെയ്തിരിക്കണം. വെയിറ്റിംഗ് ഏരിയയിൽ ഇതുപോലെ വെയിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് നെക്സ്റ്റ് നമ്മളെ സാധാരണ എയർപോർട്ടിലേക്ക് നമ്മൾ വണ്ടിയിലാണ് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ എന്താണ് പ്രൊസീജിയർ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛനായിട്ട് കേൾക്കുന്നതാണ്. ഞാനിത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നോക്കില്ല. എന്താണ് സംഭവം, എന്താണ് ഗോസ്റ്റിംഗ് ആണോ? ഈ ട്രിപ്പ് കഴിഞ്ഞാൽ എല്ലാവരും ഗോസ്റ്റ് ചെയ്യാൻ പോകണോ? ഇല്ല ഗോസ്റ്റിംഗ് ഒന്നും എനിക്ക് സമയം കിട്ടില്ല. എന്താണ് പരിപാടി, എന്താണ് കളക്കടത്താണോ? ഗ്യാസ് ഏജൻസിയിലെ സിലിണ്ടർ സപ്ലൈ ആണ്. ഓക്കെ ഓക്കെ. അപ്പം അതുകൊണ്ട് ടൈം കിട്ടത്തില്ല. നമ്മള് ക്ഷീണിക്കൂലേ സിലിണ്ടർ. ഗ്യാസ് ചുമന്ന് വീട്ടിൽ കൊണ്ട് കൊടുത്തതാണോ? അച്ഛൻ്റെ ജോലി ഗ്യാസ് ഏജൻസിയിലെ സിലിണ്ടർ സപ്ലൈ ആണ്. അതുകൊണ്ട് ഗ്യാസ് ചുമന്ന് നമ്മുടെ ഫ്ലൈറ്റ്സ് ഒക്കെ കയറുമ്പോൾ ഗൈസ് എൻ്റെ ലിപ്സിൻ്റെ ഷെയ്ഡ് മാറ്റണം, വേറെ ഷെയ്ഡ് ഇടണം. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ നമ്മുടെ ലക്ഷദ്വീപ് വിട്ട് നമ്മൾ പോവാണ്. ബൈ ബൈ ലക്ഷദ്വീപ്. ഇനി എപ്പോൾ വരുമോയെന്ന് അറിഞ്ഞൂടാ. ചായയാണ് കുടിച്ചോളൂ കുടിച്ച് നല്ല ഇഷ്ടപ്പെട്ട.